നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് സൗഭാഗ്യം വന്ന് ചേരുക, ജീവിതം എപ്പോഴാണ് മാറിമറിയുക തുടങ്ങിയ കാര്യങ്ങൾ അപ്രവചനീയമാണ് പലർക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തേടിയെത്തും, ഇത്തരത്തിൽ നിരവധിയാർന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ഇന്ന് ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാകുന്നു. 2 ചിത്രങ്ങളാണ് തൊടുകുറിയിൽ നൽകിയിരിക്കുന്നത്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുമോ ഇല്ലയോ, ഈ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ഇപ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഇന്നേ ദിവസം ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം നടത്തുന്ന ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ വിശേഷപ്പെട്ട നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രമിക്കുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വന്തം ജീവിതം മറന്ന് പലപ്പോഴും പ്രവർത്തിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് പലപ്പോഴും പ്രതികൂലമാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ സംഭവിക്കാറുണ്ട്. അഭിമാനികളായ വ്യക്തിത്വം ഉള്ളവരാണ് നിങ്ങൾ. അഭിമാനം ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവർക്ക് അത് നിങ്ങളെ ഉപദ്രവിക്കുവാനോ മറ്റു രീതിയിൽ മോശമായി ചിത്രീകരിക്കുവാനോ ഉള്ള അവസരങ്ങൾ നൽകാത്തവരാണ് എന്ന് തന്നെ പറയാം. കലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കലാമേഖലയിലൂടെ നിങ്ങൾക്ക് പ്രശസ്തി വന്നു ചേരും. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. സന്താനഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന കാര്യം നിങ്ങൾക്ക് സംശയം ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ഉടനെ നടക്കും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. വീട്, ധനം, അതേപോലെ തന്നെ വിദേശവാസം, മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ വന്നു ചേരുക, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ 6 മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്ന് തന്നെ പറയാം. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുകയും ഭഗവാന്റെ കടാക്ഷത്താൽ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട് എന്ന കാര്യവും ഓർക്കുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങളുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അശ്രദ്ധ ഒരിക്കലും പാടുള്ളതല്ല. അശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതാകുന്നു. തീർച്ചയായും നിങ്ങൾ നരസിംഹകവചം ജപിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കേൾക്കുകയെങ്കിലും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇഷ്ടകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന അവസരമാണ് ഇത് എന്ന കാര്യം ഓർക്കുക. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന ധാരണയും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും.
ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ആഗ്രഹങ്ങൾ നടക്കണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും മുന്നോട്ട് പോകുന്നവരുമാകുന്നു. എന്നാൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സമൃദ്ധി, സന്തോഷം എന്നിവ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അതിനുള്ള സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു തുടങ്ങും. അത്തരം അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. മനസമാധാനം അല്പം നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. നെഗറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ കാര്യം നിങ്ങൾ ശരിയാക്കാതെ അല്ലെങ്കിൽ അതിനൊരു പോംവഴി കാണാതെ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ കാര്യത്തിന് പോംവഴി കാണാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. ഭഗവാന്റെ കടാക്ഷമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് നിത്യവും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലം. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ അത് ഒഴിഞ്ഞു പോവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ട് എങ്കിൽ അത് നടക്കുന്നതിനുള്ള അവസരങ്ങൾ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ തന്നെയാണ് തടസ്സം എന്ന കാര്യം ഓർക്കുക. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് പുനർചിന്തനം നടത്തുകയാണ് എങ്കിൽ കൃത്യമായ ഉത്തരം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. തൊഴിൽപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളും വന്നു ചേരും. അധികാരം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.